അവൾക്ക് നിന്നോടുള്ള ഇഷ്ടം കുറഞ്ഞു. അവൾ അത് വാക്കുകളിൽ പറയില്ല, പക്ഷേ കാണിക്കും. അവളുടെ മെസ്സേജുകൾ ചെറുതാകും. അവളുടെ ഊർജ്ജം കുറയും. നിന്നെ കാണുമ്പോൾ അവൾ ഇപ്പോഴും മൗനമായി ഇരിക്കും. നീ അവളെ പിന്തുടരും, അവൾ അകലും. നീ കൂടുതൽ ശ്രമിച്ചാലും അവൾ അകന്നുകൊണ്ടേയിരിക്കും. നീ എന്താ പ്രശ്നം എന്ന് ചോദിക്കും, അവൾ ഒന്നുമില്ല എന്ന് പറയും. പക്ഷേ നിന്റെ ഉള്ളിൽ നിനക്ക് ഉത്തരം അറിയാം. ഈ അവസ്ഥയിലാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. തുടങ്ങാം. വികാരങ്ങൾ വിശദീകരിക്കരുത്. അവൾക്ക് നിന്നോട് ഇഷ്ടം കുറഞ്ഞപ്പോൾ നിന്റെ വികാരങ്ങൾ പറഞ്ഞുകൊണ്ട് നീ സ്വന്തം ശക്തി അവൾക്ക് കൊടുക്കുകയാണ്. നീ അടിസ്ഥാന മര്യാദയ്ക്ക് വേണ്ടി യാചിക്കുകയാണ്. അവൾ നിന്നെ ഇനി പഴയ രീതിയിൽ കാണുന്നില്ലെന്ന് അറിഞ്ഞിട്ടും. ഇത് സ്നേഹമല്ല. ഇത് നിന്നെത്തന്നെ ഉപേക്ഷിക്കലാണ്. നിന്റെ ആത്മാഭിമാനം നീ തന്നെ നശിപ്പിക്കുകയാണ്. നിന്റെ മനസ്സിൽ നീ കാര്യങ്ങൾ ശരിയാക്കാൻ ശ്രമിക്കുന്നു. സത്യസന്ധനാകാൻ ശ്രമിക്കുന്നു. ബന്ധം നിലനിർത്താൻ ശ്രമിക്കുന്നു. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്. നീ ഇപ്പോൾ ഒരു പഴയ ഓർമ്മയുടെ പശ്ചാത്തല ശബ്ദം മാത്രമാണ്. ഒരിക്കൽ നിന്നെ ഇഷ്ടപ്പെട്ടിരുന്ന അവൾ ഇപ്പോൾ നിന്നെ വാക്കുകൾ കൊണ്ട് തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നവനായി കാണുന്നു, അവൾക്ക് ഇനി വിലയില്ലാത്ത വാക്കുകളോട്. നിനക്ക് അത് തോന്നുന്നുണ്ട്. മറുപടികൾ നിർബന്ധിതമായത്. നിന്റെ വാക്കുകൾ ചെറുതാകുന്നത്. അവളുടെ ക്ഷമ കുറയുന്നത്. നീ പിന്മാറേണ്ട സമയത്ത് കൂടുതൽ ശ്രമിക്കുന്നു. ശരിയായ വാക്കുകൾ കണ്ടെത്തി പഴയ തീ തിരിച്ചിടാൻ ശ്രമിക്കുന്നു. പക്ഷേ തീ അണഞ്ഞത് നിനക്ക് വാക്കുകൾ കുറവായിരുന്നതുകൊണ്ടല്ല. അവൾ നിന്നെ ബഹുമാനിക്കുന്നത് നിർത്തിയതുകൊണ്ടാണ്. ഒരു വിശദീകരണവും അത് തിരിച്ചുകൊണ്ടുവരില്ല. അവൾക്ക് ആശയക്കുഴപ്പമില്ല. അവൾക്ക് ഇഷ്ടം കുറഞ്ഞു. നിന്റെ വികാരങ്ങൾ പറഞ്ഞുകൊണ്ട് നീ നിന്നെ തന്നെ ദുർബലനാക്കി കാണിക്കുന്നു. നിന്റെ പഴയ മാനദണ്ഡങ്ങളിൽ നിന്ന് എത്ര താഴ്ന്നു എന്ന് തെളിയിക്കുന്നു. അവൾ നിന്നെ യഥാർത്ഥത്തിൽ വിലമതിച്ചിരുന്നെങ്കിൽ നിന്റെ മൂല്യം വീണ്ടും വീണ്ടും പറയേണ്ടി വരില്ല. അവർ നിന്നെ യാചിക്കാൻ നിർബന്ധിക്കില്ല. അവർ നിന്നെ അവഗണിച്ച് വേദനിപ്പിക്കില്ല. ഇനി മുതൽ മനസ്സിലാക്കുക. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിന്നെ സംശയിക്കാൻ അവസരം തരില്ല. അവർക്ക് ഇഷ്ടം കുറഞ്ഞാൽ ഒരു വാക്കും അത് തിരിച്ചുകൊണ്ടുവരില്ല. വികാരങ്ങൾ വിശദീകരിക്കുന്നത് നിർത്തുക. അത് യാചനയാണ്. അത് നിന്നെത്തന്നെ ഉപേക്ഷിക്കലാണ്. നിന്നെത്തന്നെ നിക്ഷേപിക്കുക. അവൾ നിന്നോടുള്ള താൽപര്യം നഷ്ടപ്പെടുത്തിയപ്പോൾ നീ ഇത്ര തകർന്നതിന്റെ കാരണം അവളെക്കൊണ്ട് മാത്രമല്ല. നീ നിന്റെ എല്ലാ ഊർജ്ജവും ബന്ധത്തിലേക്ക് ഒഴുക്കി. അത് പോയപ്പോൾ നിന്റെ ഒരു ഭാഗം കൂടെ പോയി. ഇപ്പോൾ നീ ശൂന്യനായി തോന്നുന്നു. ദേഷ്യം, ക്ഷീണം, അസ്ഥിരത, പ്രചോദനമില്ല. കാരണം നീ നിന്റെ മുഴുവൻ ശക്തിയും ബന്ധത്തിന് കൊടുത്തു. അത് നിലനിർത്താൻ ഉദ്ദേശിച്ചതല്ല. ഇനി മുന്നോട്ടുള്ള വഴി അവളെ തിരിച്ചുപിടിക്കലല്ല, നിന്നെത്തന്നെ പുതുക്കുകയാണ്. നീ ഏറ്റവും കൂടുതൽ അവഗണിച്ചത് നിന്നെത്തന്നെയാണ്. നീ അവളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിന്നെത്തന്നെ മറന്നു. നിന്റെ സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കാതായി. നിന്നെത്തന്നെ നിയന്ത്രിക്കുന്നത് നിർത്തി. നിന്നെ വളർത്തുന്നത് നിർത്തി. ഇപ്പോൾ അവൾ പോയി. നിനക്ക് സ്വന്തം ശരീരത്തിൽ തന്നെ അന്യനായി തോന്നുന്നു. ഇത് വേദനയുടെ യഥാർത്ഥ കാരണമാണ്. നഷ്ടം മാത്രമല്ല. നീ സ്വയം അന്യനായി മാറിയത്. ഇനി നിന്നെത്തന്നെ നിക്ഷേപിക്കുക. ശരീരം മുതൽ തുടങ്ങുക. നിന്റെ ശരീരത്തോട് നീ കാണിക്കുന്ന പെരുമാറ്റം നിന്റെ അച്ചടക്കത്തെ കാണിക്കും. ഉറക്കം ഒരേ സമയത്ത് ആക്കുക. ശരീരം വ്യായാമം ചെയ്യുക. നല്ല ഭക്ഷണം കഴിക്കുക. ചെറിയ സുഖങ്ങൾക്ക് വേണ്ടി ദീർഘകാല സന്തോഷം നശിപ്പിക്കരുത്. നിന്റെ മനസ്സിനെയും നിക്ഷേപിക്കുക. നിന്റെ മനസ്സ് നിന്നെ ഉയർത്തുകയോ തകർക്കുകയോ ചെയ്യും, നീ അതിന് എന്താണ് കൊടുക്കുന്നത് എന്നതിനനുസരിച്ച്. ഇനി മുതൽ നിന്നെ തന്നെ ഏറ്റവും വിലയുള്ള നിക്ഷേപമാക്കുക. അത് നിന്നെ ഒരിക്കലും വഞ്ചിക്കില്ല. ആർക്കും തിരിച്ചറിയാൻ പറ്റാത്തവനാകുക. അവൾ നിന്നോടുള്ള താൽപര്യം നഷ്ടപ്പെടുത്തിയപ്പോൾ നിന്റെ ശക്തി തിരിച്ചുപിടിക്കാൻ ഏറ്റവും നല്ല വഴി ആർക്കും തിരിച്ചറിയാൻ പറ്റാത്തവനാകുകയാണ്. നിന്റെ മുടി മാറ്റിയോ? പുതിയ വസ്ത്രം ഇട്ടോ? പണം സമ്പാദിച്ചോ അല്ല. നീ അവൾ നിന്നെ അപമാനിച്ചപ്പോൾ ഉണ്ടായിരുന്ന പഴയ നിന്നേക്കാൾ അപ്പുറം പോയി. അവർക്ക് നിന്നെ തിരിച്ചറിയാൻ പറ്റാത്തവിധം വളർന്നു. പലരും ഇവിടെ തെറ്റ് ചെയ്യുന്നു. അവർ ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്താൻ ശ്രമിക്കുന്നു. അല്പം കൂടി നല്ല രൂപമാകാൻ, അല്പം കൂടി ആത്മവിശ്വാസമുള്ളവനാകാൻ. അവൾ നിന്നെ വീണ്ടും ഇഷ്ടപ്പെടുമെന്ന് കരുതി. പക്ഷേ നിനക്ക് മനസ്സിലാക്കേണ്ടത് ഇതാണ്. നീ അവൾക്ക് വേണ്ടി മാറുന്നുവെങ്കിൽ
നീ ഇനിയും അവൾക്ക് വേണ്ടി നടിക്കുകയാണ്. നിന്റെ ലക്ഷ്യം അവൾക്ക് വേണ്ടി മാറുകയല്ല. നിന്നെത്തന്നെ പൂർണ്ണമായി ശക്തനാക്കുകയാണ്. നിന്റെ ലക്ഷ്യം, നിന്റെ ജീവിതം, നിന്റെ ദിശ ഇതെല്ലാം അവളുടെ ലോകത്ത് നിന്ന് പൂർണ്ണമായി അകറ്റുകയാണ്. ഈ മാറ്റം ചെറിയ കാര്യങ്ങളിലൂടെയല്ല, നിന്റെ ഉള്ളിൽ നിന്നുള്ള വലിയ മാറ്റമാണ്. ഒരു ദിവസം ഉണർന്ന് മനസ്സിലാക്കുക, അവൾ നിന്നെ വേദനിപ്പിച്ചത് നിന്നെ ശരാശരിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. നീ ഇനി പ്രതികരിക്കരുത്. നീ ഇനി യാചിക്കരുത്. നീ ഇനി കുറച്ച് സ്വീകരിക്കരുത്. നീ ഇനി തിരഞ്ഞെടുക്കപ്പെടാൻ കാത്തിരിക്കരുത്. നീ ഇനി സ്വയം തിരഞ്ഞെടുക്കുന്നു. ഈ നിലയിലെത്തിയാൽ നിന്റെ ഊർജ്ജം മാറും. ഉറക്കെ കാണിക്കുന്നതല്ല, ശാന്തമായ ഉറച്ച സാന്നിധ്യമാകും. അത് ദിശയും ലക്ഷ്യവും ഉറപ്പും കാണിക്കും. അപ്പോൾ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങും, നീ ശ്രദ്ധയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നതുകൊണ്ടല്ല. നീ നിന്റെ ശ്രദ്ധ പിൻവലിച്ചതുകൊണ്ടാണ്. നിന്റെ അകലം ഏതൊരു വാദത്തെക്കാളും ഉറക്കെയാണ് സംസാരിക്കുന്നത്. നിന്റെ നിശബ്ദത ഏതൊരു പോസ്റ്റിനേക്കാളും ശക്തമാണ്. നിന്റെ അഭാവം ഏതൊരു നിലവിളിയേക്കാളും വലുതാണ്. നീ ഇനി വേദന കാണിക്കാൻ പോസ്റ്റ് ഇടുന്നില്ല. നീ ഇനി വാദിക്കുന്നില്ല. നീ ഇനി പഴയതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. നീ ലക്ഷ്യത്തോടെ നടക്കുന്നു. നിന്റെ ജീവിതം തന്നെ വിശദീകരണമാകുന്നു. ഡ്രാമയില്ലാതെ അകലുക. ഒരാൾ നിന്നെ വിലമതിക്കുന്നത് നിർത്തിയാൽ ഏറ്റവും ശക്തമായ നീക്കം ഡ്രാമയില്ലാതെ അകലുകയാണ്. വിശദീകരണമില്ലാതെ, മനസ്സിലാക്കാൻ ശ്രമിക്കാതെ, അവർക്ക് നിന്റെ വേദന മനസ്സിലാക്കണം എന്ന് പറയാതെ. നീ ഒരു ബാക്കപ്പ് മാത്രമായി മാറിയ നിമിഷം മുതൽ നിന്റെ സമാധാനത്തിനു വേണ്ടി പൂർണ്ണമായി അകലുകയാണ് ഏറ്റവും നല്ലത്. അത് ഉറക്കെ പറയേണ്ടതില്ല, വഴക്കിടേണ്ടതില്ല, ഡ്രാമ വേണ്ട. നിന്റെ ഉള്ളിൽ നിന്ന് ശക്തമായി തീരുമാനിക്കുക. അവൾ നിന്നെ പൂർണ്ണമായി വിട്ടില്ല. വാതിൽ ഒരു ചെറിയ പൊട്ട് തുറന്നു വെച്ചിരിക്കുകയാണ്. അവളുടെ മറ്റ് ഓപ്ഷനുകൾ തോറ്റാൽ നിന്നെ വീണ്ടും ഉപയോഗിക്കാൻ അവൾക്ക് അറിയാം. നീ കാത്തിരിക്കുമെന്ന്. അതുകൊണ്ടാണ് അവൾ നിന്നെ ബഹുമാനിക്കുന്നത് നിർത്തിയത്. നീ അവൾക്ക് തെളിയിച്ചു കൊടുത്തതുകൊണ്ടാണ് നിന്നെ എത്ര താഴ്ത്തിയാലും നീ അവിടെ തന്നെയുണ്ടാകുമെന്ന്. അകലുക എന്നത് പ്രതികാരത്തിന് വേണ്ടിയല്ല. അത് നിന്റെ സമാധാനത്തിന് വേണ്ടിയാണ്. നിന്റെ ശ്രദ്ധയും ഊർജ്ജവും ആവശ്യമില്ലാത്തവർക്ക് ഇനി സ്ഥലം കൊടുക്കരുത്. പലരും ഇവിടെ തെറ്റ് ചെയ്യുന്നു. അവർ ക്ലോഷർ വേണമെന്ന് ആഗ്രഹിക്കുന്നു. അവർക്ക് നിന്റെ വേദന മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നു. എത്ര അന്യായമാണ് എന്ന് അവരോട് പറയണം എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ സത്യം ഇതാണ്, നിന്നെ യഥാർത്ഥത്തിൽ വിലമതിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊരു കുഴപ്പം ഉണ്ടാക്കിയേനെ. നിന്നെ വേദനിപ്പിക്കുന്ന ആളോട് നിന്നെ സുഖപ്പെടുത്താൻ പറയുന്നത് പ്രശ്നത്തോട് പരിഹാരമാകാൻ പറയുന്നത് പോലെയാണ്. അത് സംഭവിക്കില്ല. അവരുടെ അനാദരവ് അബദ്ധമല്ല. അത് നിന്നെ അവർ എത്ര വിലമതിക്കുന്നു എന്നതിന്റെ തെളിവാണ്. അവർ നിന്നെ വിലമതിക്കുന്നത് കുറഞ്ഞാൽ നിന്റെ വാക്കുകൾക്ക് ഫലമില്ല. അകലം മാത്രമേ അവർക്ക് നഷ്ടം ഓർമ്മിപ്പിക്കൂ. പക്ഷേ നീ അകലം സൃഷ്ടിക്കുന്നത് അവരെ തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയല്ല, നിന്നെത്തന്നെ കണ്ടെത്താൻ വേണ്ടിയാണ്. നിന്റെ ചിന്തകൾ വീണ്ടും കേൾക്കാൻ, നിന്റെ തത്വങ്ങൾ വീണ്ടും കാണാൻ, നീ എത്ര ദൂരം വലിച്ചിഴച്ചു എന്ന് മനസ്സിലാക്കാൻ. ഇത് മനസ്സിലായാൽ അകലം നിന്റെ സ്വാഭാവിക പ്രതികരണമാകും. ക്ലോഷർക്ക് വേണ്ടി യാചിക്കുന്നത് അവർ ഇതിനകം പോയ ഒരു സംഭാഷണം നീട്ടുന്നതാണ്. അവർ നിന്നോട് താൽപ്പര്യമില്ലാതായപ്പോൾ നീ ഇനിയും സംസാരിക്കാൻ ശ്രമിക്കുന്നത് നിന്റെ ആത്മവിശ്വാസം കൊല്ലുന്നു. നിന്റെ ദിശ കൊല്ലുന്നു. നിന്റെ ശ്രദ്ധ കൊല്ലുന്നു. നീ ഇനി നിന്നെത്തന്നെ തിരിച്ചറിയുന്നില്ല. നീ പ്രതികരണമാകുന്നു, ഫോൺ നോക്കി, മറുപടിക്ക് കാത്ത്, ചെറിയ ശ്രദ്ധയ്ക്ക് അടിമപ്പെട്ട്. ഓരോ തവണയും നീ സന്ദേശം അയക്കുമ്പോൾ നീ സ്വയം പഠിപ്പിക്കുന്നു, ഞാൻ രണ്ടാം സ്ഥാനത്ത് ആകാൻ സമ്മതിക്കുന്നു. അസ്ഥിരത ഞാൻ സഹിക്കും. അവർ മാറേണ്ട ആവശ്യമില്ല, ഞാൻ പോകുന്നില്ലല്ലോ. ഈ പാഠം നിന്റെ കൂട്ടാണ്. നീ അതിനെ നിന്റെ സഹനം കൊണ്ട് സൃഷ്ടിച്ചു. അകലം അവസാനമല്ല, അത് തുടക്കമാണ്. നിന്റെ ലക്ഷ്യങ്ങൾ, ദിനചര്യ, മാനദണ്ഡങ്ങൾ ഇതെല്ലാം തിരിച്ചുപിടിക്കുന്ന തുടക്കം. ഓരോ ദിവസവും നീ സന്ദേശം അയക്കാതിരിക്കുമ്പോൾ നീ ശക്തനാകുന്നു. നീ വ്യക്തനാകുന്നു. നീ പാറ്റേണുകൾ കാണാൻ തുടങ്ങുന്നു. നീ എങ്ങനെയാണ് ആളുകളെ പിന്തുടർന്നത്, അവർ നിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാത്തവരെ. നീ എങ്ങനെയാണ് അസ്ഥിരതയെ ഇഷ്ടപ്പെട്ടത്, കാരണം നിനക്ക് സ്ഥിരതയ്ക്ക് അർഹതയില്ലെന്ന് നീ കരുതി. ഇനി നീ പിന്മാറിയപ്പോൾ എല്ലാം വ്യത്യസ്തമായി തോന്നും. കൂടുതൽ വ്യക്തമായി, കൂടുതൽ കഠിനമായി, പക്ഷേ കൂടുതൽ ശരിയായി. ആ ശരിയാണ് നിന്നെ സ്വതന്ത്രനാക്കുന്നത്. ക്ലോഷർ അല്ല, മനസ്സിലാക്കൽ അല്ല,
കഠിനമായ സത്യം, നിന്റെ ആത്മാഭിമാനം താൽക്കാലിക ബന്ധത്തെക്കാൾ വിലയുള്ളതാണ്. അകലം നിന്റെ ബലമാണ്. നിന്റെ നിശബ്ദത നിന്റെ കവചമാണ്. നിന്റെ വികാരങ്ങൾ ഇനി ആർക്കും കൊടുക്കരുത്. നിന്റെ മാനദണ്ഡങ്ങൾ ഉയർത്തുക. നിന്നെ അർഹതയ്ക്ക് താഴെ പെരുമാറാൻ അനുവദിക്കുന്ന ഓരോ തവണയും നീ സ്വയം പറയുകയാണ്, ഇത് ഞാൻ സഹിക്കാം. നിനക്ക് ലഭിക്കുന്നത് വളരെ കുറവാണെങ്കിൽ നീ അതിനെ സമ്മാനമായി കാണാൻ തുടങ്ങും. അപ്പോൾ നീ ചെറിയ കഷ്ണങ്ങളെ ഭക്ഷണമായി വിളിക്കും. അവൾ ഇപ്പോഴും ഇവിടെ ഉണ്ടല്ലോ എന്ന് സമാധാനിക്കും. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്. അവൾ നിന്നെ പൂർണ്ണമായി വിട്ടില്ല. വാതിൽ ഒരു ചെറിയ പൊട്ട് തുറന്നു വെച്ചിരിക്കുകയാണ്. നിന്റെ മാനദണ്ഡങ്ങൾ കുറഞ്ഞാൽ നിന്റെ അനുഭവങ്ങളും കുറയും. നീ നല്ല പെരുമാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിന്റെ അതിരുകൾ ഉയർന്നതായിരിക്കണം. നിന്റെ മാനദണ്ഡങ്ങൾ ഉയർത്തുക. അത് അഹങ്കാരമല്ല. അത് നിന്നെ രക്ഷിക്കലാണ്. ഇന്ന് പറഞ്ഞ 5 വഴികളും നിന്റെ ജീവിതത്തിൽ പാലിച്ചാൽ ആർക്കും നിന്നെ തിരിച്ചറിയാൻ പറ്റാത്തവനാകും. ആർക്കും നിന്നെ വീണ്ടും വേദനിപ്പിക്കാൻ പറ്റില്ല. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ എഴുതുക. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വരെ ശാന്തമായി, ശക്തമായി മുന്നോട്ട്.